പ്പെട്ടു പോയാലോ ഏതെങ്കിലും ഒരു ഖബർസ്ഥാനിൽ അവന് അന്ത്യവിശ്രമ സ്ഥാനം ഒരുക്കേണ്ടി വരും. ആ അന്ത്യവിശ്രമ സ്ഥാനത്തിലേക്ക് കുറച്ച് ദിവസം ആളുകളൊക്കെ വന്നു എന്ന് വരും. മരിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഖബർസ്ഥാനിലേക്ക് ആളുകളൊക്കെ വന്നു എന്ന് വരും. കാലം കഴിയും തോറും ആളുകൾക്ക് വരവിന് തടസ്സമുണ്ടായിത്തീരും, വരവിന് കുറവ് വരാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഖബർ ഏകദേശം വിജനമായി തീരും. ബന്ധുക്കൾക്കും മക്കൾക്ക് പോലും ഓർമ്മയില്ലാതായി തീരും. ജീവിച്ചിരിക്കുന്നവരെക്കാൾ ലോകത്ത് മരിച്ചവരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരെ പറ്റിയല്ലേ നമ്മൾ പറയണത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്നവരല്ല, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടവരാണ്. അവരുടെ മൃതദേഹങ്ങളാണ്, ഖബർസ്ഥാനുകളാണ്, സെമിത്തേരികളാണ്, ശവമടക്കം ചെയ്ത ശവകുടീരങ്ങളാണ്. അവിടെയൊക്കെ കിടന്നുറങ്ങുന്ന ലക്ഷോപലക്ഷമല്ല, കോടാനുകോടി മനുഷ്യപുത്രർ നിറഞ്ഞതാണ് ഈ ഭൂമി. അവിടെ കിടക്കുന്നവർക്ക് അഡ്രസ് ഉണ്ടോ? ആരാന്നറിയില്ല, ആരാണ് കിടക്കണമെന്ന് അറിയില്ല. പല മീസാൻ കല്ലുകളിലേക്ക് നോക്കിയാൽ ആളറിയില്ല. കുറച്ചു കാലം ആളുകൾ അറിഞ്ഞേക്കും, പിന്നെ ആളുകൾ വളരെ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ശരീരമാണ് മനുഷ്യന്റെ ഈ ശരീരം. വളരെ പെട്ടെന്ന് അവൻ മരണത്തിലേക്ക് പോകും. മരണത്തിലേക്ക് പോയാൽ പെട്ടെന്ന് അവൻ മറവിയിലേക്കും പോകും. ആളുകൾക്ക് പിന്നെ അടുക്കാൻ തോന്നാത്ത വിധം അവൻ വിസ്മൃതനായി പോകും. മരിച്ച വ്യക്തിയുടെ വീട്ടിലേക്ക് നോക്കിയാലോ ആ കിടക്കുന്ന കട്ടിൽ ശൂന്യമാണ്. ആ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ ഉടമസ്ഥൻ പോയി. നമ്മൾ മരിച്ചതിന്റെ ശേഷമുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസമാണിത്. നമ്മൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളതാ, നമ്മൾ നടന്നു പോയിരുന്ന വീടിന്റെ അകത്തെ മുറികളതാ. കുറച്ച് ദിവസം ബന്ധുക്കൾക്കൊരു ശൂന്യത തോന്നും. പിന്നെ അവരും അതുമായിട്ട് ഇഴുകിച്ചേരുകയും അതുമായിട്ട് സമരസപ്പെട്ടു പോവുകയും ചെയ്യും. അത്രയും ഭൂമിയിൽ നടക്കും. കുറച്ചൊരു അനുസ്മരണം, കുറച്ച് ദുഃഖം ഒക്കെ കഴിയും. ഖബറിലോ അടക്കം ചെയ്യപ്പെട്ട ശേഷം അവിടെ എന്താ നടക്കുന്നത്? അവിടെ മെല്ലെ മെല്ലെ ശരീരം ദ്രവിക്കാൻ തുടങ്ങും. ശരീരത്തിൽ രാസപ്രവർത്തനങ്ങൾ നടക്കും. ബാക്ടീരിയ പ്രവർത്തനം തുടങ്ങും. ശരീരത്തിൽ ഓക്സിജൻ ഇല്ലാതെ ആകുന്നതോടെ ശരീരത്തിൽ ബാക്ടീരിയയുടെ കടന്നുകയറ്റമാകും. ശരീരത്തിൽ നിന്ന് പലവിധ ഗ്യാസ് ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ്. ഖബറടക്കം ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബോഡി പലവിധ ഗ്യാസ് പുറത്തേക്ക് പ്രസരിപ്പിക്കാൻ തുടങ്ങും. ഓക്സിജനും ഇല്ല, സൂര്യപ്രകാശവും ഏൽക്കുന്നില്ല. അപ്പൊ അവിടെ നടക്കുന്നത് ബാക്ടീരിയയുടെ പ്രവർത്തനത്തിന് നല്ല സൗകര്യം ഉണ്ടായിത്തീരും. ബാക്ടീരിയ പുഴുക്കളും മനുഷ്യന്റെ ശരീരത്തിൽ